മുതിർന്നവർക്കും അടിപൊളിയായിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ മുടി കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ കൊച്ചു കുട്ടികൾക്ക് വരെ മുടി നരയ്ക്കുന്നുണ്ട്. എനിക്ക് കമൻറ്റ് ബോക്സിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു 25 വയസ്സുള്ള കുട്ടികളുടെ മുടി നരയ്ക്കത്തേ ഇല്ലെന്ന്. പക്ഷെ നരയ്ക്കുന്നുണ്ട്. എൻ്റെ കുട്ടിയുടെ മുടി നരച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ മുടിയും എടുത്ത് കാണിക്കട്ടോ. എനിക്ക് ക്യാമറയിൽ ആയതുകൊണ്ടാണ് മുടിയൊക്കെ നരച്ചിട്ടുണ്ട്. ഉള്ളുള്ള മുടിയായത് കാരണം അകത്തോട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ നരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ മുടിയെ കറുപ്പിച്ചെടുത്ത രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ. ഈ ഒരു തുള്ളി ഇതൊന്നും മാജിക് ഓയിലൊന്നും തൊട്ടാൽ മാത്രം മതി. എത്ര നരച്ച മുടിയാണെങ്കിലും എത്ര പ്രായമായാലും നമ്മളിത് തുടർച്ചയായിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടിയെല്ലാം കറുപ്പാക്കും. നല്ല റിസൾട്ടാണ്. ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഉണ്ടെങ്കിൽ അതെടുത്തോളൂ. പിന്നെ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ഈ ഒരു ഓയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഇതിലാണ് ഓയിൽ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഈ സ്റ്റീൽ പാത്രം തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നീലമരിയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത്. അതുപോലെ നിങ്ങൾക്കൊക്കെ ഏത് ബ്രാൻഡാണോ പിടിക്കുന്നത് ആ ഒരു നീലാമരി വേണം നിങ്ങൾ യൂസ് ചെയ്യാൻ. എനിക്കിത് പിടിക്കുന്ന ഈ മനശ്രീ പിടിക്കും. അതുപോലെ തന്നെ ഇന്ദുഗാന്ധി ഇതൊക്കെ എൻ്റെ മുടിയിലേക്ക് നല്ല രീതിയിൽ പിടിക്കും കേട്ടോ. എനിക്ക് അലർജി കാര്യങ്ങളാണ് ഇതൊന്നും പറ്റിയായിട്ട് വേറെ ഏതെങ്കിലും ബ്രാൻഡൊക്കെ പറ്റുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാറുമുണ്ട്. പക്ഷേ ഞാൻ ഉപയോഗിക്കുന്ന ഇതാണ് കേട്ടോ. ഇപ്പോൾ അലർജി ഉള്ളവർക്ക് പോലും ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ആ ചെരുവത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ നീലമരിപ്പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ അതേ അളവിൽ 1 ടീസ്പൂൺ നമ്മുടെ കരിഞ്ജീരകം വറുത്ത് പൊടിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. അത് നേരത്തെ വറുത്ത് പൊടിച്ച് നേരത്തെയായിട്ടുള്ള പാത്രങ്ങളിൽ വെക്കുവാണെങ്കിൽ ബൗളിൽ എന്തെങ്കിലും വെക്കുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്നോളും. ഒന്നും പോത്തൊന്നും ഇല്ല. നല്ല അടപ്പ് നല്ലപോലെ അടച്ച് വെച്ചാൽ മതിയാവും. അതുപോലെ തന്നെ ഇനി എടുക്കുന്നത് നമുക്ക് അതേ അളവിൽ തന്നെ എടുക്കേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ ഈ നെല്ലിക്കാപ്പൊടി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ഇതിൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഉണ്ട്. അതുകൊണ്ട് ഞാൻ നെല്ലിക്കാപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് 1 ടീസ്പൂൺ നെല്ലിക്കാപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നീലാമ്പരിപ്പൊടി നമ്മുടെ നരച്ച മുടിയെ കറുപ്പാക്കാനും അതുപോലെ തന്നെ കരിഞ്ജീരകം മുടിയും നല്ലപോലെ വളരാനും താഴ്ന്നു പോകാനും ഒക്കെ വളരെ നല്ല ഔഷധ ഗുണമുള്ളതാണ് കരിഞ്ജീരകം. അതുപോലെ തന്നെയാണ് നെല്ലിക്കാപ്പൊടി മുടിക്ക് നല്ല കറുപ്പ് നൽകാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ച് ചേരുമ്പോൾ നമ്മുടെ മുടി നല്ലപോലെ വളരാനും അതുപോലെ തന്നെ നരച്ച മുടിയെ കറുപ്പാക്കാനും സഹായിക്കുന്ന ഒരു ഓയിലാണിത്. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ അടുപ്പ് ഓണാക്കിയിട്ടില്ല. അല്ലാതെ തന്നെയാണ് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അടുപ്പൊന്ന് ഓണാക്കി കൊടുക്കരുത് കേട്ടോ. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് എണ്ണയാണ് കേട്ടോ. നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത്, നിങ്ങൾ തലയിൽ ഉപയോഗിക്കുന്ന ഏതെണ്ണയാണോ അതെടുക്കാം. അപ്പോൾ ആവണക്കെണ്ണ വേണേ എടുക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ വേണേ എടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണേ എടുക്കാം. ഇപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണ ഞാൻ 2 അടുപ്പ്, അതിൽ കപ്പ് എണ്ണയാണ് ഞാൻ ഇവിടെ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങളിതിൽ കൂട്ടി എണ്ണ എടുക്കുന്നതോറും ഇൻഗ്രീഡിയൻസിൻ്റെ കറക്റ്റ് കണക്ക് നിങ്ങൾ കൂട്ടി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എടുത്തപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഓയിലിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഞാനിപ്പം ഇൻഡക്ഷൻ അടുപ്പ് ഓണാക്കി കൊടുക്കത്തുള്ളൂ. ഗ്യാസ് അടുപ്പിലാണെങ്കിലും നിങ്ങൾ ഇത് വെക്കുവാണെങ്കിൽ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ വെക്കാവുള്ളൂ കേട്ടോ. അപ്പം ഞാനിത് കറക്റ്റായിട്ട് എണ്ണയായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പ് ഓണാക്കാം. ഏറ്റവും നല്ല രീതിയിൽ തന്നെ അതൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതൊരു പത പോലെ വരും. ആ പത പോകുന്നിടം വരെയാണ് ഇതിൻ്റെ ഒരു കണക്ക് കേട്ടോ. അല്ലാതെ കരിച്ച് കളയരുത്. ഇതിനൊരു വ്യത്യാസം വന്ന മുടി കറുക്കത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം അടുത്ത് തന്നെ നിന്ന്. ഒത്തിരി എപ്പോഴും മിക്സ് ചെയ്യേണ്ട, എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കരിയാതെ തന്നെ നമുക്കിത് അടുപ്പത്ത് ആ ഒരു പത പോകുന്നിടം വരെ മാത്രമേ ചെയ്യാവുള്ളൂ. ഇത് മൂത്ത് പോകരുത്, കരിഞ്ഞും പോകരുത്. ആ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു പത വരുന്ന കണ്ടില്ല. ഈ ഒരു പത പോകുന്നിടം വരെ മാത്രം നമ്മളൊന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ഇട്ട് ചെയ്ത് വെച്ചേക്കണേ. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നാച്ചുറൽ ഹെയർ ഡേയുടെ ഒക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കിച്ചൺ ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടി ചെയ്യാൻ പറയണേ. ഇത് കണ്ടില്ലേ, ഈ ഒരു പത തെളിഞ്ഞ് വരുന്ന കണ്ടില്ലേ, ഇതങ്ങ് മാറിക്കഴിയുമ്പോൾ നമുക്ക് ആ അടുപ്പ് നിർത്താം കേട്ടോ. അതുവരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. അപ്പോൾ ഈ കുറച്ച് നേരം ഞാനൊന്നിങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതെല്ലാം നല്ല രീതിയിൽ ഇത് കണ്ട് ഇത് പതയെല്ലാം മാറി വന്നിട്ടുണ്ടായിരുന്നേ.
എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. അടിപൊളി റിസൾട്ടാണ്, മുടിക്ക് നല്ലതാണ്. നമ്മൾ കെമിക്കലൊന്നും മേടിച്ച് നമ്മുടെ തലമുടിയിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും എല്ലാം മുടി നരച്ച് പോകും. പിന്നെ എല്ലാ മാസം നമ്മൾ പിന്നെ അത് തേച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമുക്ക് നമ്മുടെ വീട്ടിൽ നാച്ചുറലായിട്ട് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. എല്ലാവരും ഒരു പ്രാവശ്യം നിങ്ങൾ ഇത് ആവശ്യത്തിനുള്ള അനുസരിച്ച് നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇത് കുളിക്കുന്നതിന് മുമ്പ് തലയിലേക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങൾ എപ്പോഴാണോ കുളിക്കുന്നത് അന്നപ്പോൾ നിങ്ങൾ കഴുകി കളയുക. വീര്യം കൂടി ഷാമ്പു കാര്യങ്ങളൊന്നും ഉപയോഗിക്കുക. താളിപ്പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ചെമ്പരത്തിയുടെ താളിയില്ലേ ആ ഇല താളിയാക്കിയിട്ട് നിങ്ങൾ തല കഴുകിയാലും മതി കേട്ടോ. അങ്ങനെ ഈ പതയെല്ലാം ഒന്ന് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ തണുക്കാൻ മാറ്റി വെക്കാം. അങ്ങനെ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തണുക്കാൻ മാറ്റി വെച്ചതിന് ശേഷം നല്ലപോലെ തണുത്ത് കഴിഞ്ഞ് ഇത് നിങ്ങൾ അരിക്കൊന്നും വേണ്ട, പകരം ഒരു ബൗളിലേക്ക് ഒരു നല്ല ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് വെക്കുക. അതിനുശേഷം കുളിക്കുന്ന എപ്പോഴാണ് അപ്പോൾ നിങ്ങൾ തലത്തേക്ക് കുട്ടികൾക്കും എല്ലാം ഇത് തുടർച്ചയായിട്ട് ചേർത്ത് കൊടുത്തോളൂ. നിങ്ങൾ ഏത് എണ്ണ ഉപയോഗിക്കുന്ന അതിന് പകരം ഇത് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ നരച്ചുമുടിയൊക്കെ കറുപ്പാക്കാനുള്ള നമ്മുടെ മാജിക് ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നീലമരിയുടെ ഓയിലാണ്, ഹെയർ ഡേ ഓയിലാണിത്. അതുകൊണ്ട് നീലമരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നരച്ചുമുടിയൊക്കെ കറുപ്പിക്കാൻ വളരെ നല്ലതാണ് നീലമരി. അലർജി ഇല്ലാത്തവർക്കൊക്കെ വളരെ നല്ലതാണ്. അലർജി ഉണ്ടെങ്കിൽ ടെസ്റ്റ് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലാണ് കേട്ടോ, അടിപൊളി ഒരു സ്മെല്ലും കൂടിയാണ്. അപ്പോൾ എല്ലാം ചെയ്തൊക്കെ നമ്മുടെ തലമുടിയിൽ സ്മെല്ല് ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല. അടിപൊളി ഈ എണ്ണ എടുത്തൊന്ന് മണത്ത് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, നല്ല മണമാണ് കേട്ടോ. നമ്മുടെ മുടിയിൽ ഒരു സ്മെല്ല് വേറെ രീതിയിലുള്ള സ്മെല്ലുകളൊന്നും ഉണ്ടാകത്തില്ല. മുടി നല്ല കട്ടക്കറുപ്പാകുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളോട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.